അസ്സലാമലൈക്കും. ഇന്നേ എരുന്ത് കിട്ടിയപ്പോൾ ആദ്യം എൻ്റെ വല്യപ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു മാങ്ങ പച്ച മാങ്ങ ഉണ്ടാകുമ്പോൾ എരുന്തിൽ മാങ്ങ പൂത്തി വെച്ചിട്ട് ഒരു പുഴുങ്ങിയെടുക്കൽ. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ പച്ച മാങ്ങയും കിട്ടി. അപ്പോൾ എരുന്തും പോലെ ആയപ്പോൾ എരുന്തൊക്കെ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് എരുന്തടി വെച്ചിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ 3 പച്ചമാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. ആ 3 അതിൻ്റെ മുകളിൽ ഉമ്മനിട്ട ഓരോ വരട്ടുകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള എരുന്തുണ്ടല്ലോ അത് ഇനി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചൻ്റെ മേലായിട്ടാണ്. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു, ചാർജ് തീരെ കയറുന്നില്ലേന്ന്, അത് കാരണമായിരുന്നു. അപ്പോൾ എരുന്തൊക്കെ ഫുള്ളും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഇതിൽ വെള്ളം തീരെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ എരുന്ത് പുഴുങ്ങിയെടുക്കൽ. അറിയണവർക്ക് അറിയിക്കാരം, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ. തീരെ വെള്ളം ഒഴിക്കരുത്. തീ നല്ല ആളി കത്തിച്ചിട്ടും വേണം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇതുപോലെ വെള്ളത്തോട് കൂടി അതുണ്ട് പതഞ്ഞിങ്ങോട്ട് പൊന്തി വരും കേട്ടോ. അതൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് അടന്നും കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലത് നമ്മൾ ഇങ്ങനെ തൊള്ള തുറക്കാത്ത ഐറ്റങ്ങളുണ്ടാവും, അതൊന്നും പാടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മാങ്ങയൊക്കെ ഏകദേശമൊക്കെ 3/4 ഭാഗമൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി അതൊന്ന് ഇറക്കി വെച്ചിക്കണം കേട്ടോ. ഇറക്കണ വീഡിയോ എടുത്തിട്ടില്ലേന്ന്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൽ നിന്ന് മാങ്ങ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മാങ്ങൻ്റെ നന്നായിട്ട് വെന്തതല്ലേ, പിന്നെ തൊലി നമ്മൾ കട്ട് ചെയ്തതും കാരണം അത് കുഴമ്പ് രൂപമാവും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് ആ വെള്ളം ഉണ്ടല്ലോ, ആ എരുന്തിൻ്റെ വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ മാങ്ങയും എരുന്ത് പുഴുങ്ങിയ ഈ വെള്ളം പാടുണ്ടല്ലോ അതുകൊണ്ട് കൂട്ടി ചോറ് കഴിച്ചാണല്ലോ മക്കളെ, പൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അതിലേക്ക് 2 ഉണക്കമുളകും എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നണ്ട് കിളിമ്പി എടുക്കണം കേട്ടോ. ഞാൻ അങ്ങനത്തെ ആ വീഡിയോ ഇതിലെടുത്തിട്ടില്ല. നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ടുണ്ടല്ലോ ചോറ് എത്ര തിന്നാലും പോതി വരില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വെള്ള എരുന്ത് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള എരുന്തുണ്ടല്ലോ അത് ഞാൻ അരി വറുത്തതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ താളിച്ചെടുക്കുമല്ലോ, അതുപോലെ താളിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നൊന്ന് വിട്ടിക്കണം, അത് കാരണം ഞാൻ ആ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.